പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന വചനം കേൾക്കുന്നവർ, പ്രത്യേകിച്ച് കടൽക്കരയിൽ അനവധി ആളുകൾ ഉണ്ട്. അതിലേക്ക് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവ ചിന്തയ്ക്കായി ഒരു ദൈവത്തിനെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 23-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ് നമ്മൾ വായിച്ച വചനം. ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളുമായി മരുഭൂമിയിൽ അഥവാ വനാന്തരങ്ങളിൽ കൂടെ നടക്കുന്ന സമയത്ത് ആടുകൾക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും കൊടുക്കുക എന്നുള്ളത് ദാവീദിൻ്റെ ഉത്തരവാദിത്തമാണ്. ചില സമയങ്ങളിൽ മരുഭൂമിയുടെ അനുഭവമായിരിക്കാം, ചില സമയങ്ങളിൽ ഘോരമൃഗങ്ങളെ കൊണ്ട് നിറയപ്പെട്ട സ്ഥലങ്ങളായിരിക്കാം. എങ്ങനെയെല്ലാം കടന്നു പോകുന്ന സാഹചര്യങ്ങളായിരുന്നാലും ദാവീദിന് ഒരു കാര്യം ഉറപ്പാണ്, യഹോവ തൻ്റെ ഇടയനായതുകൊണ്ട് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല എന്നുള്ള ആ ഉറപ്പ് ഹല്ലേലൂയ ദാവീദിനുണ്ടായിരുന്നു. പ്രൈസലോ. അതുകൊണ്ട് ഒരുപക്ഷെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയാൻ കാരണം. പ്രൈസലോ. ഈ കാലഘട്ടത്തിൽ നമുക്കും അത് പറയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി നമുക്ക് പണിതെടുക്കാൻ കഴിയുന്നത്. രക്തം ചെയ്യും. നമുക്കറിയാം, ഈ ഭൂമി ഇളക്കമുള്ള ഭൂമിയാണ്. ഇളക്കമില്ലാത്തൊരു ഭൂമി സ്ഥാപിക്കുക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ഇബ്രായ ലേഖനം നമുക്ക് വായിക്കുവാൻ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇളക്കമുള്ള ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും, ഒരു ദൈവഭക്തന് വിളിച്ചു പറയാൻ കഴിയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് പറയുമ്പോൾ ഇളക്കമുള്ള ഭൂമിയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. കാരണം നമ്മുടെ ദൈവം നമ്മുടെ ഇടയനായി നമ്മോടൊപ്പം വാസം ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ തളർന്നു പോകേണ്ട കാര്യമില്ല. ഞാൻ ഈ ദൈവത്തിനെ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഈ കടലിലേക്ക് നോക്കിയാൽ അനവധി വള്ളങ്ങൾ ഇന്ന് കരയോടടുത്ത് കിടന്ന് മീൻ പിടിക്കുന്നത് കാണാൻ കഴിയും. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഇവർക്ക് മീൻപിടുത്തത്തിൽ വളരെ പ്രതിസന്ധികളായിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ, ഇന്ന് പകൽ ഇഷ്ടംപോലെ മീൻ്റെ പെരുത്ത കൂട്ടം കരയോട് ചേർന്നതുകൊണ്ട് എല്ലാ വള്ളക്കാരും ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ സന്ദർഭത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞ ഒരു വാക്യമാണ് ഞാൻ ഓർക്കുന്നത്. ആഴത്തിലേക്ക് വല വീശുവിൻ എന്ന് പറഞ്ഞ് പത്രോസിനോട് പറഞ്ഞ പത്രോസ് ആ വാക്കിട്ടെടുത്ത് ആഴത്തിലേക്ക് വല വീശിയപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടം പത്രോസിൻ്റെ വലയിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. ഒരുപക്ഷെ പത്രോസും അന്ന് പറഞ്ഞു കാണും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ളത്. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും നാം തളർന്നു പോകാതെ നിൽക്കണമെങ്കിൽ യഹോവയായ ദൈവത്തെ നമ്മുടെ ഇടയനായി ജീവിതത്തിൽ സ്വീകരിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കണ്ണുനീരുണ്ട്, വേദനയുടെ അനുഭവങ്ങളുണ്ട്. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും യഹോവ നമ്മുടെ ഇടയനായി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ താങ്കൾക്ക് തകർന്നു പോകാതെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയും. ഒരുപക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, അനവധി പ്രശ്നങ്ങളെ താങ്കൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയായിരിക്കാം. ജീവിതത്തിൽ തകർന്നവനായിരിക്കാം. ജീവിതത്തിൽ തളർന്ന് ക്ഷീണിച്ച അവശനായിരിക്കാം. ഏതെല്ലാം പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോകാതെ യേശു ക്രിസ്തുവിലാണ് നിങ്ങൾ ജീവിതത്തെ നൽകുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് പരാജയപ്പെടാതെ ജീവിതം സന്തോഷമായി പണിതെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പലരുമുണ്ട്. പലരും നിരാശയുടെ, സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ നടിയിലൂടെയാണ് എന്നുള്ളതും എനിക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിലും നമുക്ക് പറയാൻ കഴിയണം, യഹോവ എൻ്റെ ഇടയനാകുന്ന, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ തന്നെ നടത്തുന്നു. ഒരു ഭക്തൻ്റെ പ്രത്യാശയുടെ വചനമാണത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകേണ്ടി വന്നാലും സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ജീവിതത്തെ തളർന്നു പോകാതെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പം കൂരിരുൾ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന അനുഭവമാണ്. അങ്ങനെ കൂരിരുളിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും നിങ്ങൾ തകർന്നു പോകാതെ സർവശക്തനായിരിക്കുന്ന സർവജ്ഞാനിയായ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നിങ്ങളുടെ ഇടയനായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ താങ്കൾ ഒരു സ്ഥലത്തും പതറിപ്പോകുകയില്ല, നിരാശനായി മാറിയില്ല. രക്തം ചെയ്യും. താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളുമുണ്ട്. പ്രൈസലോ. വളരുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും വളരുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ രക്തം ചെയ്യും. നിങ്ങൾ പലപ്പോഴും താളടിയായി മാറാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് കരയും കടലിനെ സൃഷ്ടിച്ച്
അസംഖ്യമായ മത്സ്യങ്ങളെ ഈ കടലിൽ കൊടുത്തൊരു ദൈവമുണ്ട്. ആകാശത്തിൽ കോടാനുകോടി പക്ഷിപർവ്വജാതികൾ പറന്നു നടക്കുന്നുണ്ട്. കാട്ടിൽ എണ്ണമില്ലാത്ത മൃഗങ്ങളുണ്ട്, കരയിലും എണ്ണമില്ലാത്ത മൃഗങ്ങളുണ്ട്. അവയെല്ലാം തീറ്റിപ്പോറ്റുന്ന ഒരു ദൈവം, ഒരു ഇടയൻ നമുക്കുള്ളത് കൊണ്ട് നാം ഈ ഭൂമിയിൽ എന്തിനു ഭാരപ്പെടണം എന്നുള്ളതാണ് കർത്താവ് ചോദിക്കുന്നത്. സ്തോത്രം. ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഇടയനായത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ്. ഒരു ഇടയൻ എന്ന പദവിക്ക് യോഗ്യനായവൻ യേശു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നല്ല ഇടയനായിരിക്കുന്ന യേശുക്രിസ്തുവിലാണ് നിൻ്റെ ജീവിതമെങ്കിൽ നീ ഒരു സ്ഥലത്തും താളടിയായി മാറാതെ ജീവിതത്തെ നിനക്ക് സന്തോഷത്തോടെ പണിതെടുക്കാൻ കഴിയും. രക്തം ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഈ കടൽക്കരയിൽ അനവധി മദ്യപാനികളുണ്ട്, ലഹരിക്കടിമപ്പെട്ടവരുണ്ട്, ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. എന്നാൽ സുഖലോലുപമായി സന്തോഷമായി ഉല്ലാസത്തിന് വേണ്ടി വന്നവരുമുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ ഈ കടൽക്കരയിൽ ജനമുണ്ടെങ്കിലും ഞാൻ ഈ വചനമൊക്കെ ഇവിടുന്ന് വിളിച്ചു പറയുമ്പോൾ പലരും ഇത് കേട്ടിട്ട് പലരും എന്നോട് അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഞാനത് വിളിച്ചു പറയുന്ന വചനം അവരുടെ ഹൃദയത്തിൽ ആഴമായി സ്പർശിക്കുന്നത് കൊണ്ടാണല്ലോ അവർ ആ വചനത്തെ കേട്ടിട്ട് എന്നെ സമീപിക്കുന്നത്. രക്തം ചെയ്യും. ഒരു കാലഘട്ടത്തിൽ ജീവിതം തളർന്ന് ജീവിതത്തിൽ നിരാശകൾ മാത്രം ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയ ഞാൻ പലപ്പോഴും ജീവൻ ഒടുക്കിക്കളയാൻ വേണ്ടി പല മാർഗങ്ങളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം എന്നെ കൈവിട്ട് കളയാതെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട്. ആ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടയനായതുകൊണ്ടാണ് ഞാൻ ഈ ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഏകദേശം 25ഓളം വർഷമായി യേശുവിനെ കണ്ടുമുട്ടി, യേശുവിനെ എൻ്റെ ഇടയനായി സ്വീകരിച്ചതിന് ശേഷമായി എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും, എൻ്റെ താഴ്ചയിലും എൻ്റെ ഉയർച്ചയിലും എൻ്റെ വീഴ്ചയിലും എല്ലാം എന്നെ കൈപിടിച്ച് ഉയർത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ യേശുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ താങ്കൾ ഒരു സ്ഥലത്തും തളർന്നു പോകുകയില്ല. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. ഹല്ലേലൂയ. കഠിനാധ്വാനത്തിൻ്റെ നടുവിലും നിന്നെ സംരക്ഷിപ്പാൻ നല്ലൊരു ഇടയനുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം അതിമഹത്തായ കാര്യങ്ങളെ നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. ഹല്ലേലൂയ. ഈ കടൽക്കരയിൽ നിന്നിങ്ങനെ ഒറ്റയ്ക്ക് വചനം വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിന്തിക്കും, ഈ മനുഷ്യന് വേറെ ജോലിയൊന്നുമില്ലെന്ന്. എന്നെ കേൾക്കുന്ന ശ്രോതാവെ, ജോലിയില്ലാഞ്ഞിട്ടല്ല, ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം ചെയ്യുന്ന നന്മകളും ഓർക്കുമ്പോൾ അത് വിളിച്ചു പറയാതിരിക്കുവാൻ കഴിയാത്തത് കൊണ്ടൊരാവേശം എൻ്റെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് എനിക്ക് അല്ലേലൂയ മറ്റാരും കൂട്ടിനില്ലെങ്കിലും ഞാൻ ഈ ദൈവത്തിനെ വിളിച്ചു പറയുന്നത്. കാരണം എന്നെ നടത്തുന്ന ഒരു ഇടയനുണ്ട്. ഞാൻ പ്രഭാതത്തിൽ കണ്ണു ചിമ്മി എഴുന്നേറ്റ സമയം തൊട്ട് ഈ സമയം വരെയും എന്നെ നടത്തുന്ന എൻ്റെ നല്ല ഇടയനായ കർത്താവ് ഒന്നിനും മുട്ടില്ലാതെ എന്നെ നടത്തുന്നു ഓർക്കുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവാനാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുന്നത് യഹോവയായ ദൈവം നമ്മുടെ ഇടയനായി നമ്മോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇടയനായ കർത്താവ് നമ്മോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒന്നിനും തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, ഒന്നിനും മടുത്തു പോകാതെ നിങ്ങളുടെ സകല ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ യേശു ക്രിസ്തുവിന് കഴിയുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും നിരാശയുടെ നടിയിലുണ്ടെങ്കിൽ നല്ല ഇടയനായ കർത്താവിൻ്റെ ഏൽപ്പിച്ചു കൊടുത്ത് നിങ്ങൾക്ക് പറയാമോ, കർത്താവേ, അങ്ങൻ്റെ ഇടയനായ എൻ്റെ ജീവിതത്തേക്ക് വരണമേ, എൻ്റെ കഷ്ടനഷ്ടങ്ങളെ മാറ്റണമെന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന അസംഖ്യമായ ജനം, വിവിധ സ്ഥലങ്ങളിൽ കേൾക്കുന്ന ജനം ജീവിതത്തിൽ നിരാശയുടെ സങ്കടത്തിനടിയിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഇടയനായ കർത്താവിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ജീവിതത്തിൻ്റെ ആശകളേറിയവരാണ്. നല്ല ഇടയനായ കർത്താവർക്ക് വീണ്ടും ആശ്വാസ സമാധാനം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.